വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ട് വന്നൊരു സാധനമാണ് സ്റ്റഡി വ്ലോഗ് അഥവാ സ്റ്റഡി ടിപ്സ് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യണ രീതി, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഞാൻ ആദ്യം ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ടിപ്സ് ആണ് പറഞ്ഞു തരാന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം പിന്നെ കൂടുതൽ റിക്വസ്റ്റ് ഞാൻ വിചാരിച്ചു ഓക്കെ എന്റെ ടിപ്സ് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാനാണെങ്കിൽ, ഞാൻ അങ്ങനെ ബുക്ക് തുറന്നു വെച്ചിട്ട് കമന്ന് കുത്തി പഠിക്കണ ഒരാളേ അല്ല. എനിക്ക് തോന്നണം ഞാൻ പഠിക്കണമെങ്കിൽ, അല്ലാണ്ട് എടി നീ പഠിക്കടി എന്ന് എന്റെ വീട്ടിലാരും ഇതുവരെ പറയേണ്ടി വന്നിട്ടില്ല. ലൈക്ക് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പഠിക്കില്ല. അപ്പം എനിക്ക് തോന്നിയാൽ ഞാൻ പഠിക്കും. പിന്നെ അതുപോലെ എഫേർട്ട് ഇട്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമിന് ഒരു ഇപ്പം ഇതുവരെയുള്ള കാര്യങ്ങളാണ് പറയണത്. എക്സാമിന് ഒരു 1 or 2 months, ചിലപ്പോ 1 month ഒക്കെ ഉള്ളത് വെച്ചിട്ടായിരിക്കും ഞാൻ പഠിക്കണത്. ആ ഒരു ടൈം കൊണ്ട് തീർക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അങ്ങനെയാണ് +2 വരെ ഞാൻ പഠിച്ചത്. പക്ഷേ അത് +2 വരെ അത്രയും എഫേർട്ട് ഒക്കെ മതിയായിരുന്നു. ബട്ട് ആഫ്റ്റർ ഐ ജോയിൻ ടു മൈ CA, എന്നെ തകിടം മറിച്ച അഥവാ കീഴ്മേൽ മറിച്ച ഒരു സാധനമാണത്. നീ അങ്ങനെയൊന്നും പഠിച്ചാൽ നീ എവിടെയും എത്താൻ പോണില്ലാന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സാധനം. നമ്മൾ അത്രയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരിത്. അപ്പം അതിനകത്ത് സ്റ്റഡി ടിപ്സും പിന്നെ നോർമലി ഉള്ള സ്റ്റഡി ടിപ്സും, അങ്ങനെ ടിപ്സും അങ്ങനെ രണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഇപ്പൊ +2 വരെയുള്ള എന്റെ ഒരു സ്റ്റഡി ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇതുപോലെ ക്ലാസ്സിന് പോവും. അപ്പൊ അവിടെയുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ക്യാച്ച് ചെയ്യും. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പൊ തിയറി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നത് വെച്ചാൽ ഞാൻ ഒരാളെ പഠിപ്പിക്കുന്ന പോലെയാണ് ഞാൻ പഠിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ, ഓൺ വോയിസ്, അതായത് ലൗഡ് വോയിസിൽ ഞാൻ ഇപ്പം നമ്മളൊരു സാധനം ഇപ്പൊ എന്താ ഇപ്പൊ ഒന്ന് വായിച്ചേൽപ്പിക്കുക, നമ്പർ സീരീസ്, ഇന്ന സാധനം, ഇങ്ങനെ ഞാൻ പഠിക്കും. അപ്പം അങ്ങനെ ഉറക്കെയാണ് ഞാൻ പഠിക്കാറുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന കണക്ക് ഒരാളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കും. ഇനി ഒട്ടും പറ്റാത്ത സാധനമാണ് ഞാൻ എഴുതി പഠിക്കും. ഇങ്ങനെ 3 രീതിയിലാണ് ഞാൻ തിയറി പേപ്പർ പഠിക്കാറുള്ളത്. ഇനി പ്രോബ്ലം പേപ്പർ ഞാൻ പഠിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യമുണ്ട്. തിയറി പേപ്പർ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത സാധനമാണ്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിന്റെ മലയാളം എടുത്തിട്ട് ഡെപ്ത് ആക്കിയിട്ടാണ് ഞാൻ പഠിക്കാറ്. അങ്ങനെയും ഞാൻ പഠിക്കാറുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ അറിയാത്തൊരു സാധനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ ഉള്ളിൽ തറപ്പിക്കുക. അപ്പൊ നമുക്കത് ഓൺ സെന്റൻസിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോബ്ലം പേപ്പർ നമ്മൾ ഇനി എങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. ഒരു 5 or 6 വട്ടം ചെയ്തിട്ട് നമ്മൾ എക്സാമിന്റെ അന്ന് രാവിലെ നമ്മൾ ജസ്റ്റ് പോട്ടെ തലേന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയപ്പോലും നമ്മുടെ മൈൻഡിൽ ആ സാധനം നിൽക്കും. പക്ഷെ നിങ്ങൾ പ്രോബ്ലം പേപ്പർ ചെയ്ത് പഠിക്കുക, ജസ്റ്റ് വായിച്ച് പഠിച്ചിട്ട് ഇപ്പൊ ഒരു കണക്കായിക്കോട്ടെ, സിമ്പിൾ ഒരു സാധനം ആയിരിക്കും. പക്ഷെ നമ്മളത് ചെയ്ത് പഠിക്കാതെ വായിച്ചു വെച്ചിട്ട് ചിലർക്ക് പറ്റുമായിരിക്കും. വായിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയാണ്, ഒരു 99% ആൾക്കാർക്കും അത് പറ്റാറില്ല. നമ്മുടെ മൈൻഡിൽ അത് നിൽക്കാറില്ല. നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴേക്കും ചെയ്ത് പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പം പ്രോബ്ലം പേപ്പർ നമ്മൾ എപ്പോഴും ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഒരു നോട്ട് പാഡ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓരോ സബ്ജക്റ്റിനും ഉണ്ടായാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ബുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു നോട്ട് പാഡ് പോലെ ആക്കിയാലും മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയത്തിനും അത് ഉണ്ടായാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഒരു സാധനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രോബ്ലം പേപ്പർ ആയിക്കോട്ടെ, തിയറി പേപ്പർ ആയിക്കോട്ടെ, നമ്മൾ ഒരു പാഠം ഇപ്പം ഈ പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന് എഴുതിയിട്ട് അതിന്റെ കുറച്ച് മെയിൻ പോയിന്റ്സ് എഴുതി വെക്കുക. ഇക്വേഷൻസ് ആയാലും എന്തായാലും ജസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും നാളെ ഒരു എക്സാമിന്റെ സമയത്തായാലും, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയാലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്തൊന്ന് നോക്കുമ്പോൾ നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേമറിച്ച് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറെ റിവൈസ് ചെയ്ത് പിന്നെയും പോകേണ്ടി വരും. എല്ലാത്തിനേക്കാൾ ഉപരി ഒരു മനസ്സ് വേണം. എനിക്ക് പഠിക്കണം, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ ഉള്ള ഒരു സാധനം വേണം. അതില്ലെങ്കിൽ പോയി നമുക്ക് ഒന്നൊന്നും ഒരു ഇതും കാണില്ല. അപ്പം മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനം അതാണ്. പിന്നെ ഈ പറയണ കണക്ക് ഇപ്പൊ നമ്മൾ പഠിക്കണം. ഇപ്പം പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ഇപ്പം ഞാൻ കൂടുതൽ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കും. അതുപോലെ വെള്ളം ഇഷ്ടംപോലെ കുടിക്കാറുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. ചോക്ലേറ്റ് ഇതൊക്കെ കഴിക്കും. അപ്പൊ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഉറക്കം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരില്ല. പിന്നെ ഈ പറയണത് ബ്രേക്ക് ഇട്ട് പഠിക്കുക. ബ്രേക്ക് ഇട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഓടിപ്പോയി ഫോണ് സ്കൂൾ അങ്ങനല്ല.
ഇപ്പം നമ്മൾ പഠിക്കും ഒരു 2 അവർ അല്ലെ പോട്ടെ, നമ്മുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ പഠിക്കുക. ഒരു മാക്സിമം ഒരു 1 അവർ ഒക്കെ കപ്പാസിറ്റി അനുസരിച്ച് പഠിക്കുക. ദെൻ ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ജസ്റ്റ്, കൂടുതലും നല്ലത് പാട്ട് കേൾക്കണതായിരിക്കും. പിന്നെ അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനായ പോലും ആദ്യം ചെയ്യുന്ന റീൽസ് സ്ക്രോൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കൂടുതലും പാട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് +2 വരെ ഞാൻ ചെയ്തിരുന്നത്. അത്രയൊക്കെ മതിയായിരുന്നു എനിക്ക് +2 വരെ. ഇപ്പൊ എക്സാമിന് ഒരു 1 മന്ത് മുന്നേ ഇരുന്നാലും അത്യാവശ്യം സ്കോർ ചെയ്യാനുള്ളത് എനിക്കുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഐ ജോയിൻഡ് മൈ CA, ഇത്രയൊക്കെ പഠിച്ചാൽ നീ എവിടെ എത്താൻ പോണില്ല, നീ ഒന്നും ആവാൻ പോണില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു സാധനമാണ് എന്റെ CA ജേണി. അപ്പം CA ജേണിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം പേപ്പർ ഈ പറയണ കണക്ക് നമ്മൾ ചെയ്ത് പഠിക്കണം, നന്നായിട്ട് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റൂ. പക്ഷേ തിയറി പേപ്പർ, അതായത് എടുത്തു പറയാനാണ് ഞങ്ങൾക്ക് ലോ എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ സാധനം ഞാൻ ഇനി എങ്ങനെയൊക്കെ പഠിച്ചാലും, പക്ഷെ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അതിനോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു സാധനം ഉണ്ട്. ഇപ്പൊ ഒരു സെന്റൻസ് ആയിക്കോട്ടെ, നമുക്ക് ആ സെന്റൻസ് അങ്ങനെ തന്നെ എഴുതണം. ഇപ്പൊ ഒരു സെന്റൻസ് ആയിക്കോട്ടെ, അപ്പം ഞാനത് ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാനത് എന്റെ ഉള്ളിലേക്ക് ഡെപ്ത് ചെയ്യും. ഡെപ്ത് ചെയ്തിട്ട് ഞാൻ അത് നല്ലോണം വായിച്ചോ, ഉറക്കെ വായിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നോട് വായിച്ചോ പഠിച്ചിട്ട് ഞാൻ എഴുതി പഠിക്കും. ഞാൻ അത്രയൊന്നും എഫേർട്ട് ഇടാത്ത ഒരാളാണ്. എഴുതി പഠിക്കും. എന്നാൽ മാത്രം നമ്മുടെ തലയിൽ അങ്ങനെ കയറി പതിഞ്ഞിരിക്കും. ചിലതൊന്നും പതിയാറുമില്ല. അപ്പം അങ്ങനാണത്. അപ്പം അങ്ങനൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോട്ട് വന്നത് ഞാൻ CA ലേക്ക് വന്ന ശേഷമാണ്. അപ്പം അതിനാണ് ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ ഇപ്പം CA എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കാൻ ഇരുന്ന ഒറ്റ സ്ട്രെച്ചിന് ഞാൻ ഇരിക്കും. ഇപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെയാണ്, ഞാൻ ഉച്ച വരെ ഞാൻ ഇരിക്കും. പിന്നെ അതുപോലെ എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഇഷ്ടമല്ല. കൂടുതലും നമുക്കൊരു ഓൺ സ്പേസ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പഠിക്കാനിരിക്കുമ്പം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരാൾ എന്നെ വന്ന് വിളിക്കുന്നത്. എന്തോ കാര്യം ആയിക്കോട്ടെ, അതിന് ഒരാൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ മൈൻഡ് പോവും പഠിക്കാനുള്ള. എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഇഷ്ടമല്ല. പുറത്തുള്ള നോയ്സോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എന്റേതായ ഒരു ഓൺ സ്പേസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് പഠിക്കാൻ ഒരു ഇതുണ്ടാവൂ. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പൊ ഗൈസ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ സ്റ്റഡി ടിപ്സ് എന്ന് പറയാനായിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ എന്റെ ടൈം പോലെ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കമന്റ് ചെയ്യുക, നമ്മൾ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതിനെ പറ്റിയുള്ള എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ടോ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ ഫ്രം സുഡു.